കോംപ്ലക്സ് നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇസഡ് വെച്ചാണ്. ഒരു കോംപ്ലക്സ് നമ്പർ എഴുതുമ്പോൾ അതിന്റെ ഇപ്പൊ 5+3i, ഐ ഉള്ള ഒരു നമ്പരും ഉണ്ടാവും, ഐ ഇല്ലാത്തൊരു നമ്പരും ഉണ്ടാവും. ഈ ഐ ഇല്ലാത്ത നമ്പറിനെ നമ്മൾ എന്ത് പേര് പറയും? റിയൽ പാർട്ട് എന്ന് പറയും. കോംപ്ലക്സ് നമ്പറിന്റെ എന്ത് പാർട്ടാണ്? റിയൽ പാർട്ട്. അത് ഡിനോട്ട് ചെയ്യുന്നത് RE ഓഫ് ഇസഡ്, RE ഇസഡ് എന്ന് പറയും. ഇനി ഐ ഉള്ള പാർട്ടിനെ, ഇത് ഐ ഉള്ള പാർട്ടല്ലേ, ഐ ഉള്ള പാർട്ടിനെ നമ്മൾ ഇമാജിനറി പാർട്ട് എന്ന് പറയും. എന്താണ്? ഇമാജിനറി പാർട്ട്. അതപ്പോ എങ്ങനെ ഡിനോട്ട് ചെയ്യും? IMZ എന്ന് ഡിനോട്ട് ചെയ്യും. അപ്പോ ഐ ഉള്ള പാർട്ടിനെ, ഐ ഇല്ലാത്ത പാർട്ടിനെ റിയൽ പാർട്ട് എന്നും ഐ ഉള്ള പാർട്ടിനെ എന്ത് പറയും? ഇമാജിനറി പാർട്ട് എന്നും പറയും. ഇത് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ Z ഈക്വൽ ടു 3 - 2i. ഇതിന്റെ റിയൽ പാർട്ട് എന്ന് പറഞ്ഞേ REZ എന്ന് പറഞ്ഞേ ഐ ഇല്ലാത്തത് എത്രയാണ്? 3. ഇതിന്റെ ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞേ IMZ. ഇമാജിനറി പാർട്ട് എത്രയാണ്? ഐയുടെ കൂടെ നിൽക്കുന്നത്. അത് മുഴുവൻ മിക്കവരും -2i എന്നും പറഞ്ഞ് അങ്ങോട്ട് എഴുതി അത് തെറ്റിക്കും. ഐ എഴുതണ്ട, ഐയുടെ കൂടെ നിൽക്കുന്ന അങ്ങോട്ട് എഴുതിയാൽ മതി. എത്രയാണ്? -2. ഇതാണ് നമുക്ക് ഇപ്രാവശ്യം പഠിക്കാനുള്ള ഒന്നാമത്തെ കാര്യം. ഒരു കോംപ്ലക്സ് നമ്പർ തന്നു കഴിഞ്ഞാൽ അതിന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എഴുതാൻ.